ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഇല്ലേ, അതെ. അതുപോലെ തന്നെ ഒരുപാട് ക്രോണിക് ഡിസീസസ് വരുന്നുണ്ട്. ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലൊരു ഓ ട്രീറ്റ്മെൻറ്റാണ്. ശരി. അതുപോലെ തന്നെ ഈ നമ്മുടെ വയർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ഭക്ഷണം കഴിക്കും, നമ്മൾ പല ഭക്ഷണങ്ങളും കഴിക്കും വയറ്. ഈ വയറ് ക്ലീൻ ചെയ്യുക, അത് എനിക്കൊന്ന് ആയുർവേദത്തിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണത്. അതെ ഗട്ട് ക്ലീൻ ആയിരിക്കണം എന്നുള്ളതൊക്കെ, അത് ട്രീറ്റ്മെൻറ്റ് ഏത് ട്രീറ്റ്മെൻറ്റും അത് എൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ലേ അത്. അതെ പ്രത്യേകിച്ച് അതിനൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടുത്തെ ഒരു ഫുഡ് സ്റ്റൈലും അതൊക്കെ ഭയങ്കരമായിട്ട് വയറിന്, കാരണം വയറിൻ്റെ പ്രശ്നം കൊണ്ട് പല അസുഖങ്ങളും വരുന്നുണ്ട്. അതെ അതെ മെൻ്റൽ സ്ട്രെസ്സ് പോലും ഉം, നമുക്ക് അല്ലേ. അതെ. അപ്പോൾ അതിനൊരു ഒരു ഡോക്ടറുടെ ഒരു അഡ്വൈസ് എന്ന രീതിയിൽ എന്താണ് നമ്മുടെ ആൾക്കാരോട് പറയാനുള്ളത്? അതോടൊപ്പം തന്നെ എന്താണ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ്? ഇപ്പം അങ്ങനെ ഒരു സിംഗിൾ ട്രീറ്റ്മെൻ്റ് എന്ന് നോക്കുക, എൻ്റെ പേര് വിരേചനം എന്ന്. വിരേചനം എന്ന് പറഞ്ഞാൽ ഈ ഗട്ട് ക്ലൻസിങ് ഓക്കെ. അങ്ങനെ തന്നെ എടുക്കാം. അത് ഗട്ടിന് മാത്രമല്ല, ആക്ച്വലി ആ. ഈവൻ ഒരുപാട് ഡിസീസുകളുടെ കണ്ടീഷനിൽ നമ്മൾ ഗട്ട് ക്ലെൻസിങ് ചെയ്യും. ഓക്കെ. അപ്പോൾ അതായിട്ട് നമുക്ക് വിരേചനം എന്നുള്ളൊരു വേർഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ കംപ്ലീറ്റ്ലി നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലിയർ ചെയ്യും. അതേപോലെ തന്നെ ബോഡിയിലുള്ള എക്സസ് ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ പുറത്തു പോരും. അപ്പോൾ അതിപ്പോൾ നമ്മളൊരു മോഡേൺ ടെർമിനോളജി നോക്കിയാൽ ലാക്സേറ്റീവ് പർഗേറ്റീവ് എന്നൊക്കെ പറയും. അപ്പോൾ ലാക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു മൈൽഡായിട്ട് ലൂസ് മോഷൻ ഉണ്ടായിട്ട് ആ അഴുക്കിനെ പുറത്ത് കളയുക, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യുക, അത് ലാക്സേറ്റീവ്. നമ്മുടെ ഒരു വിരേചനം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു പർഗേറ്റീവ് എഫക്റ്റ് ആണ്. അതായത് മൾട്ടിപ്പിൾ ടൈംസ് ടോയ്ലറ്റിൽ പോയിട്ട് എക്സസ് ബോഡി ഫ്ലൂയിഡ് ഉൾപ്പെടെ പുറത്തു പോരണം. അപ്പോൾ ഇതേ മെഡിസിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ മെഡിസിൻ എപ്പോഴും ആഫ്റ്റർ ഡൈജഷനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്ത് സാധനവും ഡൈജസ്റ്റ് ചെയ്താൽ അതിൻ്റെ പാർട്ട് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്താൽ അത് ത്രൂ ഔട്ട് ദ ബോഡി ട്രാവൽ ചെയ്യും ത്രൂ ബ്ലഡ്. അപ്പോൾ എന്നിട്ട് അത് ഇമ്പ്യൂരിറ്റീസിനെ പുറത്ത് കളയും. അപ്പോൾ അതൊരു പ്രോപ്പർ ബോഡി ക്ലെൻസിങ് ആണ്. ഗട്ട് ക്ലെൻസിങ്ങിനെ കൺസിഡർ ചെയ്യുവാണെങ്കിലും അതൊരു ബോഡി ക്ലെൻസിങ് എന്ന് കൺസിഡർ ചെയ്യാം. പിന്നെ വിരേചനം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനെപ്പോഴും ഇപ്പോൾ ഒരു സർജറി ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പ്രീ ഓപ്പറേറ്റീവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ ഉണ്ടല്ലോ, അതേപോലെ വിരേചനത്തിനുണ്ട്. അതിന് നമുക്കെല്ലാം ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ വരുന്നതാണ്. അപ്പം വിരേചനം എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ചെയ്യണമെങ്കിൽ നമ്മൾ ബോഡിയെ ഒലിയേറ്റ് ചെയ്യണമെന്ന് പറയും. അതായത് കൂടുതലും സ്നേഹസ്വേദം കൊടുക്കണം. അപ്പോൾ നമ്മൾ നെയ്യ് കഴിപ്പിക്കും. നെയ്യാണ്, അത് ഓയിലാകാം, മറ്റു വസാമജ, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഒരു റെഗുലർലി യൂസ്ഡ് എന്ന് പറയുന്നത് നെയ്യാണ്. അപ്പോൾ നെയ്യ് ചെറിയ ഡോസിൽ ഇവിടുത്തെ സാഹചര്യത്തിൽ വെച്ചിട്ട് നമ്മളത് 3 or 5 or 7 days നമ്മൾ എന്ത് ചെയ്യും, സ്നേഹപാനം കൊടുക്കും. അതായത് സ്നേഹം. അപ്പോൾ അവരുടെ ഡൈജസ്റ്റീവ് കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പുവർ ഡൈജഷനാണ്. ഇപ്പോൾ പുവർ ഡൈജഷൻ എന്ന് പറയുമ്പോഴും പല കൺസെപ്റ്റ് എടുക്കാം. ഇപ്പം നമ്മുടെ അഗ്നി ലോയ എന്ന് പറയാം. അതായത് നമുക്ക് ഉള്ള ഡൈജസ്റ്റീവ് ഫയർ ലോയ ആയതുകൊണ്ട് അതിനെ നമ്മളൊന്ന് പ്രോപ്പറാക്കണം. ഇല്ലെങ്കിൽ ദ പ്രോപ്പർട്ടി ഓഫ് ദ ഡൈജസ്റ്റീവ് ഫയർ നല്ലതായിരിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി ക്ലിയർ ചെയ്തെടുക്കണം. ഇല്ല ഇനി എക്സസ് ഉണ്ടാവും. എക്സസ് ഉണ്ടായിട്ട് എന്ത് ചെയ്യും, ആൾക്കാർ പറയത്തില്ല എരിച്ചില്ല, അപ്പോൾ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, മോഡിഫൈ ചെയ്തെടുക്കണം. അതായത് പ്രോപ്പർ പ്രൊഡക്ഷനെ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള മെഡിസിൻസ് കൊടുത്തിട്ട് അതിനെ ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യുക. അതിനെ ദീപനപാചനം എന്ന് പറയും. എന്നിട്ട് നമ്മൾ ഈ സ്നേഹപാനം കൊടുക്കും. സ്നേഹപാനം ചെറിയ ഡോസ് ഞങ്ങൾ നോർമലി ചെയ്യുക 20 ml 30 ml 50 ml. പക്ഷേ ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ ദ ഇൻഡിവിജ്വൽ ആയിരിക്കും. കൊടുത്തിട്ട് ലാസ്റ്റ് ഡേയിൽ ഇപ്പം 3 days കൊടുക്കുന്നതെങ്കിൽ ദ 4th ഡേയിൽ നമ്മൾ എന്ത് ചെയ്യും, ഫുൾ ബോഡിയിൽ അഭ്യംഗം കൊടുക്കും, ഓയിൽ അപ്ലൈ. അതായത് ഇൻറ്റേർണൽ പ്ലസ് എക്സ്റ്റേണൽ ഒലിയേഷൻ. അപ്പം എന്നിട്ട് സ്റ്റീം കൊടുത്തിട്ടാണ് ഈ മരുന്ന് കൊടുക്കുക. അപ്പം എന്ന് പറഞ്ഞാൽ ഫുള്ള് ബോഡിയിലെ അഴുക്കുകളും ലിക്വിഫൈഡ് ആയിരിക്കും. അപ്പോൾ ഈ വിരേചനം ചെയ്യുമ്പോഴത്തേന് ആ ലിക്വിഫൈഡ് ആയിട്ടുള്ള എല്ലാ വേസ്റ്റും പുറത്തു പോരും. പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പം പോസ്റ്റ് സർജിക്കൽ അല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് പേയാതിക്രമം എന്നൊക്കെ പറയും. അതായത് വളരെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിച്ച് തുടങ്ങണം. അപ്പം പതുക്കെ നമ്മുടെ ഡൈജസ്റ്റീവ് ഫയറിലെ ഗ്യാസ്ട്രിക് ആസിഡ് ഫോം ചെയ്ത് തുടങ്ങും. ആ സമയത്ത് ലൈറ്റ് കഞ്ഞി പോലത്തെ ഇത് കുടിച്ച് പിന്നെ കുറച്ചുകൂടെ കട്ടിയുള്ളത് കഴിച്ചിട്ട് നമ്മൾ കുറച്ച് 2-3 ദിവസം കൊണ്ട് നമ്മുടെ നോർമൽ ഫുഡിലേക്ക് വരിക. അത് ഇപ്പം പറയുന്ന ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഇല്ലേ, അതുപോലെ തന്നെ ഒരുപാട് ക്രോണിക് ഡിസീസസ് വരുന്നുണ്ട്. ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. കാര്യം ഇത് ഭയങ്കര എഫക്റ്റീവായിട്ട് ചെയ്യാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. വലിയ ചിലവുണ്ടോ അതിന്? ഇല്ല, ഇത് പറഞ്ഞില്ല, ഇത് വീട്ടിൽ തന്നെ നമുക്ക് കൺസൾട്ട് ചെയ്യാം. അതെ അതെ, നമുക്ക് അഗ്നിയും കാര്യങ്ങളും കൺഫേം ചെയ്യാം. കൺഫേം ചെയ്തിട്ട് നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഡോക്ടർ പ്ലാൻ ചെയ്യും.